ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒഴിഞ്ഞ പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ 2 ടിപ്പുകളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഏത് പേസ്റ്റ് ആയാലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമുക്ക്. കോൾഗേറ്റ് ആണെങ്കിൽ അത്രയും ബെസ്റ്റ്, അഥവാ വൈറ്റ് പേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ആയുർവേദിക് പേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് വെച്ച് കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലുണ്ടാകുന്ന ഒരല്പം ബാക്കിയുള്ള പേസ്റ്റ് കൂടി നമുക്കൊന്ന് റീയൂസ് ചെയ്യാം. അഥവാ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നിറം മഞ്ഞ് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതുപോലെ അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും. കണ്ടോ, നല്ല തിളക്കം തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ ബാത്റൂമിലും അതുപോലെ വാഷ് ബേസിലൊക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ട് തിളങ്ങുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള അംശം കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റീൽ പൈപ്പൊക്കെ നല്ല വൃത്തിയിൽ തിളങ്ങും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പീസിൻ്റെ അതും കൂടി പറഞ്ഞു തരാം ഞാൻ. അഥവാ ആ ഒരു പീസ്, അഥവാ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ആ ഒരു വലിയ പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് കുറച്ചും കൂടി വലിപ്പമുള്ള പേസ്റ്റ് ട്യൂബ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവും ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൈപ്പ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരും. അഥവാ നമുക്ക് നമ്മുടെ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നീക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉപയോഗം കൂടി അതിനുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ പീസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ വൃത്തിയായി എടുക്കാം കേട്ടോ. ഈ കഴുകിയെടുത്തതിന് നമുക്ക് ഈ ഒരു ചാർജറിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, ചാർജർ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ അലക്ഷ്യമായിട്ടാണ് കിടക്കുക. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ ഇതുപോലെ അലക്ഷ്യമായി കിടക്കും. അപ്പോൾ കണ്ടോ, ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കറക്റ്റ് സെറ്റിൽ നമ്മുടെ ചാർജർ നിന്നുകൊള്ളും. കണ്ടോ, കണ്ടാൽ ഒരാൾക്കും മനസ്സിലാവില്ല അത് പേസ്റ്റിൻ്റെ കട്ടിങ് ആണെന്നൊന്നും മനസ്സിലാവില്ല. ശരിക്കും പുതിയ ചാർജർ പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ചാർജറിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ള പേസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി വലിയ റോളിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഒരു യൂസ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ്. ഇതുപോലെ ഒരു യൂസ് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. ചാർജറൊക്കെ നമുക്ക് സേഫായിട്ട് വീട്ടിൽ വെക്കാൻ, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പേസ്റ്റ് ട്യൂബ് കളയല്ലേ, ഇത്തരം ആരും ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരുപാട് യൂസുകൾ ഇതുകൊണ്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.